ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രെയിംസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. മിഷനിലെ ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം ആണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പല തരത്തിലുള്ള നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസിനെ പറ്റി പഠിച്ചു അല്ലേ? മെഷീൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ്. അപ്പോൾ അതിലെ സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ സ്കീമിൻ്റെ എക്സാമ്പിളാണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ സ്കീമിൽ എങ്ങനെയായിരുന്നു? അവിടെയും ഒരു നെറ്റ്വർക്കായിട്ട് ഒരു നെറ്റ്വർക്കായിട്ടാണ് അവിടെ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു നോഡ് ഉണ്ടായിരിക്കും. ഈ നോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണ് ഈ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോഡിൻ്റെ അകത്ത് ഒരു നെയിംഡ് സ്ലോട്ടും പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും ഉണ്ടായിരിക്കും. ഈ വാല്യൂസ് എന്ന് പറയുന്നത് സിമ്പിൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സിംബോളിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ ആവാം, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഫ്രെയിംസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ ഭയങ്കര കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നോളജ് റെപ്രസെൻറ്റേഷൻസ് കൂടുതൽ സ്ട്രക്ചേർഡ് ആകേണ്ടി വരുന്നു. മോർ സ്ട്രക്ചേർഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നമുക്കവിടെ ഈ ഫ്രെയിംസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രെയിംസ് എന്ന് പറയുന്നത് കുറേ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സ്ലോട്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ട കുറേ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് നമ്മുടെ റിയൽ വേൾഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ വാല്യൂസ്. അപ്പോൾ നമുക്ക് നോളജിനെ ഓർഗനൈസ് ചെയ്യാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട്. അത് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, ഒരു പർട്ടിക്കുലർ ഡൊമൈനിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ്? അതായത് നമ്മുടെ ഫീൽഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോളജിനെ കൂടുതൽ കോംപ്ലക്സ് യൂണിറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഫ്രെയിംസ് അല്ലെങ്കിൽ സ്കീമാസ് എന്ന് പറയാം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും ഫ്രെയിമിനെ ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് റെക്കോർഡിനെ പറ്റി അറിയാമല്ലോ. റെക്കോർഡ്സ്, ആ റെക്കോർഡ്സ് പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒന്നാണ് ഈ ഫ്രെയിംസ് എന്ന് പറയുന്നത്. കാരണം ഈ റെക്കോർഡിൽ ഫീൽഡും വാല്യൂസും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിലും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഫീൽഡ് അല്ല, പക്ഷെ ഫീൽഡിന് കറസ്പോണ്ടിങ് ഒരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിലുള്ള ആ ഓരോ കമ്പോണൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഫ്രെയിം സ്ട്രക്ചറിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രെയിം സ്ട്രക്ചറിൽ ബേസിക് ആയിട്ട് 2 എലമെൻറ്റ്സ് ഉണ്ട്, സ്ലോട്ടും ഫേസറ്റ്സും. പിന്നെ ഫേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ലേഴ്സ്, വാല്യൂസ് എന്നൊക്കെ പറയാം. ഡിസ്ക്രിപ്റ്റീവ് സ്ലോട്ടിൻ്റെ അകത്ത് ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻസും ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഡേറ്റയും ഉണ്ടാവാം. ഈ ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള നോളജാണ്. പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് അതുണ്ടാവും ഈ ഫ്രെയിം സ്ട്രക്ചറിൻ്റെ അകത്ത്. അതെന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. ഇത് റീസണിങ് പ്രോസസ്സ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡൈനാമിക് നോളജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഇന്ന ലിമിറ്റിനേക്കാളും കൂടുതൽ എത്തിയെന്ന് പറയുമ്പം അപ്പോൾ എന്ത് പറ്റും? പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് അപ്പോൾ പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിട്ട് ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നു, ഒരു സെർട്ടൺ റൂള് പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നു. അതാണ് പറയുന്നത്. ഇപ്പോൾ സെർട്ടൺ വാല്യൂ ഒരു പർട്ടിക്കുലർ ലെവലിനേക്കാളും കൂടുതലാകുമ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നു ഒരു സെർട്ടൺ റൂളിനെ. ഇപ്പോൾ ഈ ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡേറ്റ ഡ്രിവനും ആകാം, ഇവൻറ്റ് ഡ്രിവനും ആകാം. ഇവിടെ പോയിന്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്.
ഫ്രെയിംസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ പോയിന്റേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രെയിമിൽ നിന്നും മറ്റൊരു ഫ്രെയിമിലേക്ക് കൺട്രോൾ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ എക്സാമ്പിൾ നോക്കാം. സ്ലോട്ട് നെയിം, ഫില്ലർ. അപ്പം സ്ലോട്ട് നെയിമിൻ്റെ അകത്ത് തന്നെ എങ്ങനെയാ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള നോളജുകളാണ് വന്നത്. ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന നോളജ് ഫില്ലറിന്റെ പാർട്ടിലാണ് വന്നത്. അപ്പോൾ ഇവിടെ നെയിമിന് കറസ്പോണ്ടിങ് എന്താ പേര്? മാത്സ്. ഹൈറ്റ് എങ്ങനെയായിരിക്കും? സ്മോൾ ആണ്. ഓക്കെ. വെയിറ്റ് എങ്ങനെയാണ്? ഒരു ആവറേജ് വെയിറ്റ് ഉണ്ട്. പ്രൊഫഷൻ എന്താണ്? വാരിയർ ആണ്. ആർമർ എന്താണ്? ഹെൽമെറ്റ് ആണ്. ഇന്റലിജൻസ് വെരി ഹൈ. മാർഷൽ സ്റ്റാറ്റസ് സിംഗിൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഇതെന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഈ നോളജിനും അതായത് ഈ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇപ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിലുള്ള കമ്പോണൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ലോട്ട്സിനെ പറ്റി നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ സ്ലോട്ടിൻ്റെ അകത്തും ഒന്നോ അതിൽ കൂടുതലോ ഫേസറ്റ്സ് ഉണ്ട്. ഫേസറ്റ്സ് എന്ന് പറയുമ്പം അത് പല ഫോമുകൾ എടുക്കാം. ആ ഫേസറ്റ്സിൻ്റെ അകത്ത് വാല്യൂസ് വരാം, ഡിഫോൾട്ട് വരാം, കുറേ റേഞ്ച് ഓഫ് വാല്യൂസ് വരാം, പിന്നെ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഇഫ് ആഡഡ്, ഇഫ് നീഡഡ്, അതുപോലത്തെ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വരാം. അപ്പോൾ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം അതെങ്ങനെയാണ്? അത് ഒരു ആക്ഷനെ സ്പെസിഫൈ ചെയ്യുന്നു. എപ്പോഴാണ്? അതായത് ഒരു സ്ലോട്ട് ആഡ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ, അതായത് ഒരു സ്ലോട്ടിലെ വാല്യൂ ആഡ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ആക്ഷൻ ടേക്ക് ചെയ്യുന്നു ഈ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡേറ്റ ഡ്രൈവൻ, ഇവൻറ്റ് ഡ്രൈവൻ ഓർ ബോട്ടം അപ്പ് റീസണിങ് ആണ്. അപ്പം ഈ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ വർക്കിങ്ങിനെ പറ്റി നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത ടോപ്പിക് എന്താ? ഇഫ് നീഡഡ് എന്ന പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് പ്രത്യേകത എന്താണ്? ഇത് ഒരു പ്രൊസീജിയറിനെ ട്രിഗർ ചെയ്യുന്നു. ട്രിഗർ ചെയ്യാൻ നേരത്ത് ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊസീജിയർ ഇഫ് നീഡഡ് എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യുന്നു? ഇത് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഇത് ഒരു പ്രൊസീജിയറിനെ ട്രിഗർ ചെയ്യുന്നു. എന്നിട്ട് ആ പ്രൊസീജിയർ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ വിച്ച് ദ സ്ലോട്ട് ഡസൻറ്റ് ഹാവ്. ഫ്രെയിം ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള നോളജ് റിലേറ്റ് ചെയ്യപ്പെട്ട നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിംസ് ഹൈറാർക്കിക്കലി ഓർഗനൈസ് ചെയ്യുന്നത് അലോ ചെയ്യുന്നു. ഫ്രെയിംസ് ആർ ഓർഗനൈസ്ഡ് ഹൈറാർക്കിക്കലി അലോസ് ദി യൂസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഹൈറാർക്കിക്കലി ഈ ഫ്രെയിംസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇൻഹെറിറ്റൻസിനെ ഉപയോഗിക്കുന്നത് അലോ ചെയ്യുന്നു. അപ്പം നോളജ് ഇവിടെ യൂഷ്വലി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്സിൻ്റെ ബേസിസിലാണ്. സ്ലോട്ടിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറൊരു എക്സാമ്പിളാണ് ബുക്ക് ഫ്രെയിം. ഇവിടെ സ്ലോട്ട് ഉണ്ട്, ഫില്ലർ ഉണ്ട്. ഇവിടെ പബ്ലിഷർ എന്തുവാ? ഒരാളുടെ പേര് വേണം, തോമസ്. ടൈറ്റിൽ എന്താണ്? ആ ബുക്കിൻ്റെ ടൈറ്റിൽ എക്സ്പെർട്ട് സിസ്റ്റം. ഓതർ എന്ന് പറയുന്ന ആളുടെ പേര്, ഏത് എഡിഷനാണ്, ഇയർ ഏതാണ്, പേര് ഇത്രയുണ്ട്. അപ്പോൾ അടുത്തത് നീഡ് ഓഫ് ഫ്രെയിംസ്. പല AI ആപ്ലിക്കേഷൻസിലും നമ്മൾ ഫ്രെയിംസ് യൂസ് ചെയ്യാറുണ്ട്. വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇതുപോലത്തെ പല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസിലും നമ്മൾ ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഈ ഫ്രെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രെയിംസ് എന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയുള്ള റെക്കോർഡ് സ്ട്രക്ചറിൻ്റെ സിമിലർ ആയിട്ടിരിക്കുന്നു.
ഫീൽഡ് അപ്പം ഈ സാധാരണ റെക്കോർഡ് സ്ട്രക്ചറിൽ ഫീൽഡും വാല്യൂസും ഉണ്ട്. അപ്പോൾ റെക്കോർഡ് സ്ട്രക്ചറിൻ്റെ ഫീൽഡാണ് ഈ ഫ്രെയിമിലെ നമ്മൾ സ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ റെക്കോർഡ് സ്ട്രക്ചറിലെ വാല്യൂസിനെയാണ് നമ്മൾ ഫ്രെയിമിലെ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്കിത് ഈ ഫ്രെയിംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മെഷീനിൽ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു എക്സാമ്പിളാണ് ഈ കമ്പ്യൂട്ടർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലോട്ടിൽ കുറേ ടേംസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഇപ്പുറത്ത് ഫില്ലേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. നെയിം കമ്പ്യൂട്ടർ, സ്പെഷ്യലൈസേഷൻ ഓഫ് ഇതൊരു കൈൻഡ് ഓഫ് മെഷീനാണ്. ടൈപ്സ് ഇവിടെ ഡെസ്ക് ടോപ്പ്, ലാപ്ടോപ്പ്, മെയിൻ ഫ്രെയിം അങ്ങനെ കുറേ റേഞ്ച് ഓഫ് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഫ് ആഡഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യം വരുമ്പോൾ എന്താണ് ഈ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ആഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്ത് പുറത്ത് നിന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ പേരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും. സ്പീഡ് ഡിഫോൾട്ടായിട്ട് സ്പീഡ് ഫാസ്റ്റർ ആണ്. ഇവിടെയും എന്താണ് ഈ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് ഇഫ് നീഡഡ് എന്ന് പറഞ്ഞ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻ്റ് ആണ്. ഇവിടെയും ഇത് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഇപ്പം ഈ സ്പെസിഫൈ ചെയ്യപ്പെട്ട കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് ഫൈൻഡ് ചെയ്ത് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ പിന്നെയും കുറേ റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഹോം, ഓഫീസ്, മൊബൈൽ, യെസ് ഓർ നോ ഇതൊക്കെ. അപ്പം എന്താണ് ഒരു പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു ഫില്ലറിൽ പലതരത്തിലുള്ള വാല്യൂസ് ഫില്ലേഴ്സിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇൻ ദ നെയിംസ്, സ്ലോട്ട്സ് ഓർ റേഞ്ച് ഓഫ് വാല്യൂസ് ആസ് ഇൻ ടൈപ്സ്. അപ്പം സ്ലോട്ടിലെ നമ്മൾ സ്ലോട്ടിലല്ലോ ഫില്ലേഴ്സിൽ നമ്മൾ ഒരുപാട് പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇഫ് നീഡഡ്, ഇഫ് ആഡഡ് എന്നൊക്കെ പറയുന്ന പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ ആ പ്രൊസീജിയറൽ അറ്റാച്ച്മെൻറ്റ്സിൽ ഓരോ പ്രൊസീജിയേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ സ്ലോട്ടുമായി ബന്ധപ്പെടുത്തി. അപ്പം മെയിൻലി 3 ടൈപ്പ് പ്രൊസീജിയറൽ അറ്റാച്ച്മെൻ്റ് ആണുള്ളത്. ഇഫ് നീഡഡ്, ഡിഫോൾട്ട്, ഇഫ് ആഡഡ്. അപ്പോൾ പേര് പോലെ തന്നെ ഇഫ് നീഡഡ് എന്ന് പറയുന്നത് എന്താണ് ഈ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു ഫില്ലർ വാല്യൂ ആവശ്യമായ സമയത്ത് ഇഫ് നീഡഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഡിഫോൾട്ട് വാല്യൂ ആണ് ഒരു വാല്യൂം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എടുക്കുന്നത്. അതാണ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞതെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കണ്ട ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പീഡ് ഫാസ്റ്റർ എന്ന്. ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഈ ഫാസ്റ്റർ എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും. ഇഫ് നീഡ് എന്ന് പറയുന്നത് എന്തിനാണ്, അതായത് എന്തെങ്കിലും ഒരു വാല്യൂസ് ആവശ്യമായി വരുമ്പോൾ വന്ന ഈ പ്രൊസീജിയർ ഫൈൻഡ് സ്പീഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഫ്രെയിംസിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫ്രെയിംസിനെ പറ്റിയൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.